നമസ്കാരം. പല വീഡിയോകളും നമുക്കിടാൻ കാരണമാകുന്നത് ഒന്നുകിൽ എനിക്ക് വരുന്ന ചില കോളുകൾ, അല്ലെങ്കിൽ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ശിഷ്യന്മാർ അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് അവിടെ സ്റ്റുഡൻസ്, കൂടെയുള്ളവർ അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്നവർ, ഞാൻ ചെയ്യുന്ന കർമ്മത്തിലെ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന സംശയങ്ങളൊക്കെയാണ് പലപ്പോഴും എനിക്ക് വീഡിയോ ഇടാൻ പ്രചോദനമായിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ വന്നിരുന്നു. ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ വിളിച്ച ആൾ എന്നോട് പറഞ്ഞു, സാറേ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയാണ്. എന്തിനാണ് അവർ വിളിച്ചതെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ കുറച്ച് തിരക്കുകൾ മൂലം കർമ്മങ്ങൾ കുറച്ചിരിക്കുകയാണ്, ക്ലാസ്സുകളാണ്. ഈ ക്ലാസ്സുകളിലെ ആധിക്യം മൂലം കർമ്മങ്ങളിലേക്ക് ഒരുപാട് കോൺസെൻട്രേറ്റ്, ഓൾറെഡി പറഞ്ഞതിൻ്റെ കാര്യം ഓൾറെഡി കുറച്ച് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് തീർക്കുകയാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ചെറിയ ജോലികളുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ചെയ്തിരിക്കുന്നത്, ഏറ്റിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ആ ആൾ എന്നോട് പറഞ്ഞതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ആരെങ്കിലും സമീപിക്കും, അവർക്ക് അത്യാവശ്യമാണ്, അവരുടെ ഭാഗം ജെനുവിനാണ്, അത്യാവശ്യമായിട്ട് കർമ്മം ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് ആൾക്കാർ കർമ്മം ചെയ്യുന്നവരുണ്ട്, യൂട്യൂബിലുള്ളവരുണ്ട്, ഫേസ്ബുക്കിലുള്ളവരുണ്ട്, ഇൻസ്റ്റയിലുള്ളവരുണ്ട്, ഇനി അല്ലാതെ നിങ്ങളുടെ നാട്ടിലൊക്കെ തിരക്കുകളുണ്ടാവും. അപ്പോൾ അവർ സാറ് ചെയ്താൽ റെഡിയാകും എന്ന് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, മറ്റേ NN പിള്ള മറ്റേ സിനിമയ്ക്കകത്ത് ചോദിച്ചു, അതേ ഡയലോഗാണ് എൻ്റെ മനസ്സിൽ വന്നതെങ്കിലും ഞാൻ അങ്ങനെ ചോദിച്ചില്ല. അതിനകത്ത് ചോദിക്കുന്നുണ്ട്, മുതലാളി അല്ലാതെ ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് ചോദിക്കുമ്പോൾ ബാക്കിയുള്ള മുതലാളിമാരെല്ലാം ചത്തുപോയോടാന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരുപാട് നല്ല മാന്ത്രികന്മാരും കർമ്മികളുള്ള ലോകത്ത് അതിലൊരു സാധാരണക്കാരനായൊരു കർമ്മിയാണ് ഞാൻ. എല്ലാവരെ പോലെ തന്നെ കർമ്മങ്ങൾ ചെയ്യുന്നു, ജെനുവിനായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനകത്ത് വ്യത്യസ്തമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ആദ്യമേ പൈസ വാങ്ങുന്നില്ല എന്നൊരു കാര്യം, അല്ലാതെ വേറെ ഒന്നും ഞാൻ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നില്ല. ദേവതയുടെ ഉപാധി എടുത്തിട്ട്, അനുവാദം എടുത്തിട്ട് കർമ്മം ചെയ്യുന്നു, ജെനുവിനായിട്ടുള്ള കർമ്മം ചെയ്യുന്നു. കാര്യം നടന്നാൽ അവരിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നു. ഈ വാങ്ങിയ പൈസ അല്ലെങ്കിൽ പണം കൊണ്ട് ദേവതയ്ക്കും പൂജകൾ കൊടുത്ത്, ക്ഷേത്രങ്ങൾ പൂജകൾ കൊടുത്ത്, ഞാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 9 ക്ഷേത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ക്ഷേത്രങ്ങൾ ഇപ്പോഴുണ്ട്. ആ ക്ഷേത്രങ്ങളിലേക്കൊക്കെ വഴിപാടും കാര്യങ്ങളൊക്കെ കൊടുത്ത്, ദേശദേവതയ്ക്കും കൊടുത്ത്, നമ്മുടെ കുരിയാലിലൊക്കെ വഴിപാട് കൊടുത്ത് കർമ്മങ്ങൾ തീർക്കുന്ന അങ്ങനെയാണ്. ഇപ്പം നടന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ തരുന്ന പൈസ കൊണ്ട് ആ കിട്ടുന്ന പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കർമ്മങ്ങളിലേക്ക് മാറ്റി ചെയ്തെടുക്കുകയാണ്. നമ്മളല്ലാതെ എടുക്കുന്നത് കുറേ ക്ഷേത്രങ്ങളിലേക്കൊക്കെ മാറ്റി കൊടുത്താണ് ചെയ്യുന്നത്, അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അറിയാവുന്നൊക്കെ ഉണ്ടാവുമല്ലോ, അവർ വിളിച്ചത് സ്ഥലത്തും ഒരുപാട് ആൾക്കാർ നമുക്കറിയാവുന്നവരൊക്കെ ഉണ്ട്. അപ്പം പറഞ്ഞു, സാറേ അങ്ങനെ ഇല്ല, സാറ് ചെയ്താലേ ഇത് റെഡിയാകത്തുള്ളൂ, എങ്ങനെയെങ്കിലും ഇതൊന്ന് ചെയ്യണം, ഇത് മാത്രം ചെയ്യണമെന്നൊക്കെ നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞു നടക്കില്ല, ചെയ്യാൻ പറ്റാത്തതാണ്, ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ശ്രമിക്കുകയെങ്കിലും വേണം. നടക്കുമോ നടക്കത്തില്ലോ എന്ന് രണ്ടാമത്തെ കാര്യം, നടന്നാൽ മാത്രമേ പൈസ വാങ്ങുന്നുള്ളൂ, നടക്കുമോ നടക്കത്തില്ല രണ്ടാമത്തെ കാര്യം. എന്നാലും ഞാൻ ശ്രമിക്കാതെ അല്ലെ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കതൊരു മനോവിഷമമാണ്. അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് നോക്കെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിന് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, സാറിന് പരിചയമുള്ള ആരെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യൂല, കാരണം ഞാൻ ചെയ്യുന്ന കർമ്മം മാത്രമേ എനിക്കറിയത്തുള്ളൂ കറക്റ്റായിട്ടുള്ള, എൻ്റെ ഗുരുനാഥൻ ചെയ്യുന്ന കർമ്മം മാത്രമേ എനിക്കറിയത്തുള്ളൂ കറക്റ്റായിട്ട് എന്തൊക്കെ ചെയ്യുന്നുള്ളത്. ബാക്കിയുള്ളവർ ഒരു കർമ്മം എനിക്ക് അറിയത്തില്ല. അത് സത്യസന്ധമായിരിക്കാം, അല്ലായിരിക്കാം, ഒക്കെ ആയിരിക്കാം. പലരും പറഞ്ഞ അറിവും കേട്ടറിവും മറ്റുള്ളവർക്ക് സംഭവിച്ച അറിവുകളൊക്കെയാണ് ഞാൻ വീഡിയോകളിലൂടെ പോലും പറയുന്നത്, അല്ലാതെ ഞാൻ അവരുമായിട്ട് നേരിട്ട് കർമ്മ മേഖലയിൽ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ അവർക്കുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ഞാൻ പറയുന്നത് ഇന്ന കാര്യങ്ങളാണ്, ഇന്ന തെറ്റായ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതൊക്കെ വീഡിയോയിലൂടെ പറയുന്നത് പോലും അവരെപ്പറ്റി മറ്റുള്ളവർ പറയുന്നത് ജെനുവിനായിട്ട് അവരെന്തെങ്കിലും കാണിക്കുകയോ തെളിവുകൾ കാണിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനങ്ങനെ ചെയ്യുകയില്ല, ഒന്നുകൂടെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, നെറ്റിൽ നോക്കിയപ്പം കണ്ടതാണെന്നാണ് പറഞ്ഞത്, എൻ്റെ വീഡിയോ കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നെറ്റിൽ നോക്കൂ, ഒരുപാട് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു. സാറേ സാറ് ചെയ്യുന്നത് പോലെ ആരും ചെയ്യുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്താണത്. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുന്നില്ലെങ്കിലും ആദ്യമേ നിങ്ങൾക്ക് പൈസ കൊടുക്കണമെന്നേ ഉണ്ടാവത്തുള്ളൂ, പക്ഷേ കാര്യം നടത്തിരുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. ഉടനെ അവർ പറഞ്ഞു അത് ശരിയാണ്, പക്ഷേ സാറ് പറഞ്ഞതുപോലെ കാര്യം നടന്നിട്ട് പൈസ മതി, ആദ്യമേ ഒരു അഡ്വാൻസ് വാങ്ങിയിട്ട് ബാക്കി ഒരു 90% പൈസയും ഞങ്ങളൊക്കെ തരുമ്പോൾ ഒരു അഡ്വാൻസ്. ഇപ്പം ചിലരോട് ചോദിക്കുക അഡ്വാൻസ് എത്ര, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തരാമെന്ന് തന്നാലെന്ന് പറഞ്ഞാൽ അവരൊരു 10% അഡ്വാൻസ് തരിക, അല്ല ചിലപ്പം 20%, ചിലപ്പോൾ 5% അഡ്വാൻസ് തരിക. അവരതിന് അഡ്വാൻസ് ശേഷമുള്ള പൈസ കാര്യം നടന്നതിന് ശേഷമാണ് വാങ്ങുക. അപ്പം കർമ്മങ്ങൾക്ക് എന്തുകൊണ്ട് അവർ ആദ്യമേ പൈസ വാങ്ങുന്നു? അവർ പറഞ്ഞു സാറേ അവരൊക്കെ ഒരുപാട് പൈസയാണ് പറയുന്നത്, 1 ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്നു, 50,000 രൂപ ചോദിക്കുന്നു, ഒരാൾ 1.5 ലക്ഷം രൂപ ചോദിച്ചു ഒരു ക്ഷേത്ര പൂജയ്ക്ക്. ഞാൻ ക്ഷേത്രമൊന്നും പറയുന്നില്ല, അങ്ങനെ ചോദിച്ചു. നമ്മൾ അത്രയും കൊടുത്ത് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നാണ് എന്നോട് ചോദിച്ചത്. നോക്കൂ, അപ്പോൾ ഞാനും പറഞ്ഞു അങ്ങനെയുള്ള കർമ്മികളുണ്ടാവും, ശ്രമിക്കുക എന്ന് പറഞ്ഞപ്പം അങ്ങനെ ഒരുപാട് കർമ്മികളില്ല കാര്യം നടന്നതിന് ശേഷം പൈസ തന്നാമെന്ന് പറയുന്നത്. വിരലിൽ എണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ് ഞാൻ കുറച്ച് പഠിച്ചു.
ഇതിനകത്ത് ഈ ആദ്യമേ പൈസ വാങ്ങാതെ കർമ്മം ചെയ്യുന്നവരെ പറ്റിയൊരു തെറ്റിദ്ധാരണ, ഈ പൈസ കിട്ടിയതിന് ശേഷമാണ് ഇവർ കർമ്മം ചെയ്യുന്ന തെറ്റിദ്ധാരണയുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് ആ കർമ്മം നടക്കുമോ ഇല്ലയോ എന്ന് ശംഖിനകത്ത് നോക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഉപാധി വെച്ചിട്ട് നോക്കിയിട്ട് ദേവത നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കർമ്മം ഏറ്റെടുത്ത് ചെയ്തിട്ട് ദേവതയ്ക്കും നമ്മളും തമ്മിലുള്ളൊരു ഉപാധി വെക്കുകയാണ്. ഇത്ര ദിവസത്തേക്കുള്ളിൽ നടത്തി തന്നാൽ ഇന്ന കർമ്മങ്ങൾ ചെയ്തേക്കാം. പക്ഷേ ഈ 90 ദിവസമാണ് നമ്മളുടെ കർമ്മം ഇട്ടെന്ന് വിചാരിക്കുക. ഇവരുടെ ഈ പ്രശ്നം മാറണമെങ്കിൽ 90 ദിവസം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പൂജകൾ ചെയ്യണം. ക്ഷേത്രമായിരിക്കാം, കുരിയാലയായിരിക്കാം, അതിലെ ചെറിയ ക്ഷേത്രങ്ങളായിരിക്കാം, നമ്മുടെ ക്ഷേത്രങ്ങളായിരിക്കാം, അല്ല ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. എവിടെയെങ്കിലുമൊക്കെ ഇവർക്ക് വേണ്ടി വശ്യപൂജകളോ മറ്റ് കർമ്മങ്ങളോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അതിനോടൊപ്പം ആണ് ഇവരുടെ നടന്നു കഴിഞ്ഞാൽ ബാക്കി. അപ്പം ഒരു ചെറിയ ക്ഷേത്രത്തിൽ ഒരു ദിവസം 100 രൂപ ചിലവാകുമെങ്കിൽ 30 ദിവസത്തേക്ക് എത്ര രൂപ ചിലവാകും? 3000 രൂപ ചിലവാകും. അത് 90 ദിവസത്തേക്കാണെങ്കിലോ 9000 രൂപ ചിലവാകും. ഞാൻ 9 സ്ഥലത്താണ് ഈ കർമ്മങ്ങൾക്കുള്ള വിഭജിച്ച് ചെയ്തിട്ടിരിക്കുന്നത്, പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ ആ 9 സ്ഥലത്തേക്ക് അത്രയും വന്നാൽ അപ്പം 9×3 27,000 രൂപയായി. ചിലപ്പോൾ ഇവർ നമുക്ക് അഡ്വാൻസായിട്ട് തരുന്ന 5000 രൂപയാണെന്ന് വയ്ക്കുക, ബാക്കി നമ്മുടെ കയ്യിൽ നിന്നാണ് പോവുക. അപ്പം നമ്മൾ അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ കർമ്മം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നമുക്കൊരു 50% മുകളിൽ നടക്കാൻ സാധ്യതയുള്ള കർമ്മങ്ങളെ ഞാൻ ഏറ്റെടുക്കാറുള്ളൂ. ഒരു 10 കർമ്മം ഇടുമ്പോൾ 3, 4, 5 കർമ്മങ്ങൾ നടക്കും. ബാക്കിയൊക്കെ ചിലപ്പം പല കാരണങ്ങൾ കൊണ്ട് നടക്കാതിരിക്കാം. കർമ്മത്തിലെ പിഴവ് കൊണ്ടുവരാം, അപ്പുറത്തേക്കുന്ന ക്ലയൻറ്റിൻ്റെ പിഴവ് കൊണ്ടുവരാം. അതിൻ്റെ ഒരു വീഡിയോയുടെ ഞാനിടാം. കർമ്മത്തെ സംശയിക്കുന്ന ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പത്രമായിട്ട് കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു കാര്യത്തിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ അങ്ങനെ വരാം. നിങ്ങളുടെ ഭാഗത്തുനിന്ന് മറ്റ് കർമ്മങ്ങളിലേക്ക് പോയാൽ വരാം. നിങ്ങൾക്ക് ഈ കർമ്മത്തെ സംശയം വന്നാൽ വരാം. നടക്കുമോ എന്നുള്ള ചിന്ത മനസ്സിൽ വന്നാൽ വരാം. ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ വരാം. 24 മണിക്കൂർ ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ഇരുന്നാൽ വരാം. ഇതൊക്കെ വരാം. ഒരു പോസിറ്റിവിറ്റി ആകുമ്പോൾ ആൾ ചെയ്ത കർമ്മം കൊള്ളാം എന്ന് വിചാരിക്കുകയും, എന്തെങ്കിലും നെഗറ്റിവിറ്റി വരുമ്പോൾ ആൾ ചെയ്ത കർമ്മത്തിൻ്റെ കുഴപ്പവും. ഒരു പോസിറ്റിവിറ്റി വരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു കർമ്മം നടന്നിട്ടുണ്ട്. പിന്നെ അത് സ്റ്റെബിലിറ്റി ആകാത്തതിന് മറ്റ് പല കാരണങ്ങളുണ്ടാവാം. അതൊക്കെ ആയിരിക്കാം. പക്ഷേ പല കർമ്മികളും ആദ്യമേ പൈസ വാങ്ങുന്നത് എല്ലാവരും ഇതുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും. ഇപ്പോൾ ഒരു കർമ്മത്തിന് 90 ദിവസത്തേക്ക് കർമ്മം ഇട്ടു, അയാൾക്കൊരു 10,000 രൂപ ചിലവായെങ്കിൽ കിട്ടുന്നത് 1000 രൂപയല്ല 5000 രൂപയാണെങ്കിൽ ബാക്കി 5000 രൂപയുടെ കയ്യിൽ നിന്നിടണം. അങ്ങനെ ഒരു 10 കർമ്മം ഉണ്ട്, 50,000 രൂപ ഒരു മാസം കർമ്മത്തിന് പോയി. അങ്ങനെ 3-4 കർമ്മം കഴിയുമ്പോൾ അയാളുടെ സമ്പാദ്യം മൊത്തം കഴിയും. അപ്പം അങ്ങനെ ചെയ്യാൻ ആരും തയ്യാറാവത്തില്ല. നടന്നാലും നടന്നില്ലെങ്കിലും അവർക്ക് പൈസ കൊടുക്കുക. കർമ്മം ചെയ്ത് നടന്നാൽ നടന്നു, നടന്നില്ലെങ്കിൽ നടന്നില്ല. അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ആൾക്കാർ ചെയ്യുക. കാരണം ഇപ്പോഴത്തെ പൂജാ സമത്തുക്കൾക്ക് എണ്ണയുടെ വില, തിരിയുടെ വില, കർപ്പൂരത്തിൻ്റെ വില, ചന്ദനത്തിരിയുടെ വില, പൂജാദ്രവ്യങ്ങളുടെ വില, ഈവൻ പൂക്കൾ പോലും ഇപ്പം വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ്. ഓരോ ദിവസത്തെ പൂജയ്ക്ക് ആവശ്യമായുള്ള ചന്ദനം, കർപ്പൂരം, അതേപോലെയുള്ള സമത്തുക്കൾ, ഹോമത്തിനുള്ള ദ്രവ്യങ്ങൾ, ഇതെല്ലാം നമ്മൾ വാങ്ങേണ്ടി വരും. നമ്മളൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. പൂക്കളൊക്കെ മാത്രം ചിലപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ എടുക്കുമായിരിക്കും. ബാക്കിയെല്ലാം നമ്മൾ വില കൊടുത്ത് തന്നെ വാങ്ങേണ്ടി വരും. അപ്പോൾ ആ ഭീമമായ ചിലവ്, ഈവൻ ഒരു ദിവസം ഒരു തിരി കത്തിച്ച് മാത്രം പ്രാർത്ഥിക്കുകയാണെങ്കിൽ തന്നെ ഒരു 10-50 രൂപയുടെ എണ്ണയും തിരിയും കർപ്പൂരം എല്ലാം ആയിട്ട് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരും ഈ പൈസയിലേക്ക് വരും. പല ആൾക്കാരോടും ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നത്? പല ആചാര്യന്മാർക്ക് ചോദിച്ചിട്ടുണ്ട്, പൈസ ആദ്യം വാങ്ങാതെ എങ്ങനെ ചെയ്യും? നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട്, ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നു. ഞാൻ ആദ്യമൊക്കെ ഇതിനെ എതിർത്തെങ്കിലും സത്യത്തിൽ ഇപ്പോൾ അവരുടെ ഭാഗത്ത് നമുക്ക് നിൽക്കേണ്ടി വരും. കാരണം ഇത്രയും പൈസ ചിലവാകുമ്പോൾ പല ആൾക്കാരും കാര്യം നടന്നു കഴിഞ്ഞ് പോലും കൊടുക്കാതിരിക്കുന്ന അവസ്ഥ പോലും ഉണ്ടെന്ന് പറയുന്നു. കാര്യം നടന്നിട്ട് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം ആ ചെയ്ത ക്ലയൻറ്റിന് തന്നെയാണ്, അല്ലാതെ ആർക്കും അല്ല. നിങ്ങൾ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷമായിട്ട് തന്നെ ഭവിക്കും. നിങ്ങളതിനെ പുച്ഛിച്ച് തള്ളിയാൽ നിങ്ങൾക്ക് ദോഷമായിട്ട് തന്നെ ഭവിക്കും. ഒരു കർമ്മം നടത്തി നിങ്ങൾ അതിൻ്റെ റിസൾട്ട് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ആ കർമ്മം പൊട്ടിപ്പോയ കർമ്മിക്ക് നഷ്ടമാണ്. കർമ്മി സ്വാഭാവികമായിട്ടും പറയും, എൻ്റെ പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ദേവതയോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ദേവത കേൾക്കുന്ന അതിൻ്റെ തിരിച്ചടി നിങ്ങൾക്കാണ് കിട്ടുന്നത്. കർമ്മിക്ക് പോകാൻ ചിലപ്പോൾ ഒരു പൈസ പോയി അടുത്ത കർമ്മത്തിൽ പൈസ കിട്ടുമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറ്റിക്കാൻ വേണ്ടി കർമ്മം ചെയ്യാതിരിക്കുക. ആദ്യമേ പൈസ കൊടുക്കുന്നവരാണ് അല്ലാത്തവരാണെങ്കിലും കർമ്മം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. കർമ്മത്തെ സംശയിക്കാതിരിക്കുക. നിരന്തരമായി അവരെ വിളിച്ച് എന്താ നടക്കാത്ത നടന്നില്ലല്ലോ എന്ന് പറയുമ്പം തന്നെ ഈ ദേവത അല്ലെങ്കിൽ ഒരു എനർജി ഉണ്ടാവും, ഉപാസനമൂർത്തി ഉണ്ടാവും, സേവാമൂർത്തി ഉണ്ടാവും. അവരുടെ ബലത്തിലായിരിക്കും ചെയ്യുന്നത്. അത് നേരെ നെഗറ്റീവായിട്ടൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൈസ വാങ്ങാതെ കർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞ് കർമ്മം ചെയ്യാതിരിക്കുകയല്ല. ഞങ്ങൾക്കും പൈസ ചിലവുണ്ട്, ഒരുപാട് പൈസ ചിലവൊക്കെ വരും. പക്ഷേ കാര്യം നടന്ന് പൈസ വാങ്ങുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, നിങ്ങൾക്കൊരു സന്തോഷം. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ അങ്ങനെ വാങ്ങുന്നത്. അത് പൈസ വാങ്ങിയില്ല എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്നില്ല എന്നല്ല അതിനർത്ഥം. പൈസ വാങ്ങുമ്പോഴും വാങ്ങാത്തപ്പോഴും നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ട് ചെയ്ത് റിസൾട്ട് ആക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ തന്നെ പൈസ വാങ്ങാതെ ചെയ്യുമ്പോൾ ആ പൈസ നമുക്ക് കർമ്മം ചെയ്താലേ കിട്ടിയത്തുള്ളൂ എന്നൊരു ചിന്ത കർമ്മിക്കുണ്ടാവും. അപ്പം കൃത്യമായിട്ട് കർമ്മം ചെയ്ത് ഫലിപ്പിക്കാൻ ശ്രമിക്കും. രണ്ടാമത്, ക്ലയൻറ്റിനും കാര്യം നടന്നതിന് ശേഷം
ആ ജോലി ചെയ്തതിൻ്റെ കൂലി എന്ന് പറയുന്നത് പോലെ ആ ഒരു കാര്യം നടന്നപ്പോൾ അവർ സന്തോഷത്തോടെ പൈസ കൊടുക്കും, പ്രാഗിയല്ല കൊടുക്കുക. മറ്റുള്ളത് ഈ ആദ്യമേ പൈസ കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ ചിന്ത നടക്കുമോ, നടന്നില്ല, എൻ്റെ ഇത്ര ലക്ഷം രൂപ പോലും 50,000 രൂപ പോലും മനസ്സിൽ ചിന്ത വരും. എന്നാലും ചില കേസിലൊക്കെ നടന്ന് നമ്മുടെ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാലും അതിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ അറിയാത്ത ആൾക്കാരുമുണ്ട്. നമുക്ക് ആളെ കൊണ്ടെത്തിക്കാനേ പറ്റത്തുള്ളൂ. അകന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രശ്നമായി നിൽക്കുന്ന ആൾക്കാരെ നിങ്ങളിലേക്ക് എത്തിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. കാലാകാലങ്ങളോളം നിലനിർത്തിക്കൊണ്ട് പോകാമെന്നോ കാലാകാലങ്ങൾ അവരെ നിർത്താമെന്നൊന്നും ഒരിടത്തും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഒരു വശ്യകർമ്മങ്ങൾ ചെയ്താൽ നമ്മളിലേക്ക് ആളെ എത്തിച്ചു തരിക, ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. എപ്പോഴും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതാണ്, നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ എന്നെ തിരക്കി വിളിക്കുമ്പോൾ ആരുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമേ പൈസ വാങ്ങിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരമായി വിളിക്കാതിരിക്കും. എനിക്ക് ചെയ്യാൻ പറ്റുന്നതും എനിക്കൊരു ലിമിറ്റുണ്ട്, അത്രയും കൂടുതൽ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ചെയ്യാവുന്ന കർമ്മങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി മമമുക്തി എന്ന സംഘടനയ്ക്ക് നിഗൂഢ ശാസ്ത്രങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. വാസ്തു, ബേസിക് ജ്യോതിഷം, പെൻഡുലം, ശംഖ് ജ്യോതിഷം ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഈ ക്ലാസ് നമ്മൾ ആ ഒരു സംഘടനയുടെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ക്ലാസ്സാണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ വിദ്യ നൽകും തോറും ഏറിടും എന്നുള്ള പ്രമാണമാണ്. അതുകൊണ്ട് തന്നെ പഠിപ്പിക്കാൻ നമുക്ക് കൂടുതൽ താല്പര്യമുള്ളത് കൊണ്ട് അതിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേഷൻ വരിക. പലപ്പോഴും എന്നെ ഇവിടെ കാണാൻ വരുന്ന ആൾക്കാർക്ക് കാണാൻ സാധിക്കാറില്ല, വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇല്ല എന്നൊക്കെ പരാതി പറയാറുണ്ട്. അതൊക്കെ ഈ കാരണം കൊണ്ടാണ്, വീഡിയോ പോലും ഇടാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ പൈസ വാങ്ങാത്ത ഒരുപാട് കർമ്മികളുണ്ടെങ്കിലും നിങ്ങളവിടെ ചുമ്മാ പരീക്ഷിക്കാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ നടക്കട്ടെ, അഥവാ നടന്നില്ലാലും കൊടുക്കണ്ടെന്ന് ചിന്തിച്ച് ഒരാളെ പോലും കർമ്മം ജയിക്കാതിരിക്കുക. ഒരു മൂർത്തി എന്ന സങ്കല്പമുണ്ട്, അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലതിനായിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ, നല്ല കർമ്മങ്ങൾ ഒരുപാട് കർമ്മികളുണ്ട്. അതിലൊക്കെ ഒരുപാട് കേരളത്തിലും ഭാരതത്തിലും ഒരുപാട് കർമ്മികളുള്ളതിൽ ഏറ്റവും താഴെത്തട്ടിൽ ഏറ്റവും വലിയ പ്രശസ്തരായ ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. ഒത്തിരി അതിപ്രശസ്തരായ ആൾക്കാരിലൊക്കെ അതിലേറ്റവും താഴ്ന്ന ഒരാളാണ് ഞാൻ. മീൻസ് കർമ്മം കൊണ്ടും ഇതുകൊണ്ടും ഒക്കെ ഈ പറയുന്ന പോലെ നിങ്ങൾ പറയുന്നത് സാറ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കർമ്മം നടക്കാൻ വേണ്ടിയാണെന്ന് അറിയാനുള്ള മോളെയൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഒരു കർമ്മിയാണ് ഞങ്ങളെല്ലാവരും, സാധാരണ കർമ്മം ചെയ്യുന്നവരാണ്. അല്ലാതെ അമാനുഷികതയൊന്നും ഞങ്ങൾക്കില്ല, ഈ പറയുന്ന അത്ഭുത സിദ്ധികളുമില്ല. ദേവത എന്ത് പറയുന്നു, ഉപാസനമൂർത്തി എന്ത് പറയുന്നു അതനുസരിച്ച് കർമ്മം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കർമ്മങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ പറയുന്ന അമാനുഷികതയൊന്നും കാണിച്ചു തരാൻ ഇല്ലാത്തൊരു കാര്യം പെട്ടെന്ന് 7 ദിവസം കൊണ്ടും 6 ദിവസം കൊണ്ടും 5 ദിവസം കൊണ്ടും 41 ദിവസം കൊണ്ടും പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കുമ്പം കാര്യം നടക്കണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതൊരു സമയമുണ്ട്, ആ സമയപരിധിക്കുള്ളിൽ നടന്നാൽ നടന്നു. അങ്ങനെയുള്ളൂ കർമ്മങ്ങൾ എന്ന് പറയുന്നത്, മനസ്സിലാക്കിയിരിക്കുക. അതിനുവേണ്ടി മാത്രമാണ് പറഞ്ഞത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.